പ്രേക്ഷകരെ, ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രധാനമായിട്ടുള്ള പരിശോധനകൾ നടക്കുകയാണ്. 17 ഇടങ്ങളിലാണ് ഇഡിയുടെ പരിശോധന. ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ് സുകുമാരൻ എന്നിവരുടെ വീടുകളിലാണ് പരിശോധനയുള്ളത്. ചെന്നൈയിലും കൊച്ചിയിലുമൊക്കെ ആയിട്ടാണ് ഈ ഒരു റെയ്ഡ് നടക്കുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി നമുക്കറിയാം 34 വാഹനങ്ങൾ പിടിച്ചെടുത്തിരുന്നു. അപ്പോൾ ഈ പിടിച്ചെടുത്ത വാഹനങ്ങൾ തിരികെ നൽകാനായി താരങ്ങൾ സമീപിക്കുമ്പോഴൊക്കെ തന്നെ കസ്റ്റംസ് പറഞ്ഞിരുന്നത് മതിയായ രേഖകൾ ഹാജരാക്കണമെന്നായിരുന്നു. രേഖകളില്ലാത്ത പക്ഷം കള്ളക്കടത്ത് വസ്തു എന്ന പേരിൽ ഇവ പിടിച്ചെടുക്കേണ്ടതായി വരുമെന്നായിരുന്നു കസ്റ്റംസ് കമ്മീഷണർ ടിജു വാർത്താ സമ്മേളനത്തിൽ നേരത്തെ പറഞ്ഞിരുന്നത്. ഈ ആഡംബര വാഹനങ്ങൾ പല വഴിക്കാണ് ഭൂട്ടാനിൽ എത്തിച്ച് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതും. കേരളത്തിലുള്ള ഭൂട്ടാൻ വാഹനങ്ങൾ പൂർണ്ണമായിട്ടും സൈന്യത്തിൻ്റെതാണെന്ന് പറയാനാകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു പാർട്സുകളായിട്ടും അതേപോലെ കണ്ടെയ്നറുകളിലൂടെയും ഒക്കെ ഈ വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ വലിയൊരു റാക്കറ്റ് ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് വ്യക്തമായിരുന്നു. പല ആളുകളിലേക്കും സംശയമുന എത്തിയിരുന്നു. ഈ താരങ്ങളടക്കം നൽകിയ വിശദീകരണങ്ങൾ അല്ലെങ്കിൽ രേഖകൾ അത് മതിയായിട്ടില്ല, അതിന് പിന്നിൽ വ്യക്തമായ അന്വേഷണം വേണം എന്നൊരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വീണ്ടുമുള്ള റെയ്ഡുകൾ ഉണ്ടാകുന്നത്. നമുക്ക് ശ്യാമപ്രസാദ് തമ്മിലേക്ക് ഒരിക്കൽ കൂടി പോകാം. ശ്യാം, ഈ താരങ്ങൾ നൽകിയ രേഖകൾ അല്ലെങ്കിൽ അവർ നൽകിയ വിശദീകരണങ്ങൾ അത് മതിയായിട്ടില്ല, അതിന് പിന്നിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം വന്നിട്ടുണ്ടാകുമോ? ഈ ഒരു റെയ്ഡിന്റെ ഭാഗമായിട്ട് ഈ ഒരു പരിശോധനകൾ നടക്കുമ്പോൾ ഈ ഒരു കള്ളപ്പണ ഇടപാടും അല്ലെങ്കിൽ ഈ ഒരു റാക്കറ്റിലേക്ക് എത്താനുള്ള ഒരു വഴി കൂടി തേടുകയാകും ഇഡി, അല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ലഭ്യമാകുമോ എന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ആ റെയ്ഡ് നടക്കുന്നത്. ഈ കൊച്ചിയിലെ പ്രധാനപ്പെട്ട ഇടങ്ങൾ റെയ്ഡ് നടക്കുന്നതെന്ന് പറയുന്നത് ഈ ദുൽഖർ സൽമാന്റെ 3 വീടുകൾ, ഈ പനമ്പള്ളി നഗറിലെ വീട്, അതോടൊപ്പം തന്നെ ഇളംകുളത്തെ വീടുണ്ട്. മറ്റൊന്ന് ദുൽഖറിന്റെ ചെന്നൈയിലെ വീട്ടിലും പരിശോധന നടക്കുന്നുണ്ട്. അതുകൂടാതെ സിനിമാ നടൻ അമിത് ചക്കാലക്കലിന്റെ വീട്ടിലും റെയ്ഡ് നടക്കുന്നുണ്ട്. പൃഥ്വിരാജിന്റെ വീട്ടിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ റെയ്ഡ് നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റംസ് ആരിൽ നിന്നെല്ലാം വാഹനങ്ങളുടെ വിശദാംശങ്ങളും മറ്റും ശേഖരിച്ചോ വാഹനങ്ങൾ പിടിച്ചെടുത്തോ അവരുടെയൊക്കെ വീടുകളിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. രാവിലെ 6:00 കൂടിയാണ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ പരിശോധനയ്ക്കായിട്ട് ഇറങ്ങിത്തിരിച്ചത്. ഇതിൽ 17 ഇടങ്ങളിൽ ഒരേ സമയം റെയ്ഡ് നടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കസ്റ്റംസിൻ്റെ പരിശോധനയ്ക്ക് പിന്നാലെയാണ് ഇഡി ഈ റെയ്ഡ് നടത്തുന്നത്. നിലവിലിപ്പോൾ നമ്മളുള്ളത് മമ്മൂട്ടി ഹൗസ് എന്നറിയപ്പെടുന്ന മമ്മൂട്ടിയുടെ ഈ പഴയ വീടാണ്, ദുൽഖറിൻ്റെ ഈ പഴയ വീടാണ്. ഇവിടെ ഇപ്പോൾ ദുൽഖർ താമസിക്കുന്നത് കടവന്ത്രയിലെ വീട്ടിലാണ്. അവിടെയും റെയ്ഡ് നടക്കുന്നുണ്ട്. കൂടാതെ ഈ അമിത് ചക്കാലക്കൽ അടക്കമുള്ള ആളുകളുടെ വീട്ടിലും റെയ്ഡ് നടക്കുന്നുണ്ട്. മറ്റ് വിവിധ വാഹന ഡീലർമാരായിട്ടുള്ള ആളുകളുണ്ട്, ചെന്നൈയിലും മറ്റും കോയമ്പത്തൂരും മറ്റൊക്കെയുള്ള, അവിടെയും റെയ്ഡ് നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഓപ്പറേഷൻ നുങ്കൂറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റംസ് ഏറെ നാളത്തെ അന്വേഷണത്തിനൊടുവിലാണ് പെട്ടെന്ന് ഒരു റെയ്ഡ് സംഘടിപ്പിക്കുകയും വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും മറ്റുമൊക്കെ ചെയ്തത്. അതിൽ കസ്റ്റംസ് പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് ഈ വാഹനക്കടത്ത്, അതായത് ഭൂട്ടാനിൽ നിന്നുള്ള കടത്തിൻ്റെ പിന്നിൽ വലിയൊരു റാക്കറ്റുണ്ട്, വലിയൊരു സംഘമുണ്ട്. ആ സംഘത്തിൻ്റെ ലക്ഷ്യം പലതാണ്. അത് കള്ളപ്പണം വെളുപ്പിക്കലുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ പോലും നടത്തിയിട്ടുണ്ടാകാം എന്ന കാര്യം കൂടി അന്ന് കസ്റ്റംസ് പങ്കുവയ്ക്കുകയുണ്ടായി. എന്തായാലും അതിൻ്റെയൊക്കെ കൂടി പശ്ചാത്തലത്തിൽ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത്. ഒരേ സമയം 17 ഇടങ്ങളിൽ റെയ്ഡ് നടക്കുന്നത്. ഈ കസ്റ്റംസ് പിടിച്ചെടുത്ത വാഹനങ്ങൾ, അതായത് ഈ അമിത് ചക്കാലക്കലിന്റെ വാഹനമുണ്ട്, ദുൽഖറിന്റെ വാഹനമുണ്ട്. എന്തായാലും രാവിലെ 6:30 തുടങ്ങിയ റെയ്ഡ് അത് അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദുൽഖർ സൽമാന്റെ 3 വീടുകളിലാണ് പരിശോധന നടക്കുന്നത്. ചെന്നൈയിലും കൊച്ചിയിലും അടക്കം റെയ്ഡ് നടക്കുന്നുണ്ട്. ദുൽഖറിന്റെയും പൃഥ്വിരാജിന്റെയും ഒക്കെ വീടുകളിലാണ് ഈ ഒരു ഇഡിയുടെ പരിശോധനയുള്ളത്. പ്രധാനമായിട്ടും ഈ ഒരു ഭൂട്ടാൻ വാഹനക്കടത്തിന് പിന്നിൽ ഈ ഒരു കള്ളപ്പണം ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, കള്ളപ്പണം വെളുപ്പിക്കൽ, അതേപോലെ തന്നെ മറ്റ് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഒരു പരിശോധനയുടെ ഭാഗമായി വരുന്നത്.